നമസ്തേ, അസിൻ ഹിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കലോത്സവം വ്ലോഗ് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഫസ്റ്റ് അത് കണ്ടിട്ട് ഇത് കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഡേ 3ലെ വ്ലോഗാണ്. അതായത് ജാൻ 4th എനിക്ക് ഭരതനാട്യമായിരുന്നു, 5th എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, 6th കുച്ചിപ്പുടി. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ് കേട്ടോ ഇത്. ഭരതനാട്യം ചെയ്തിട്ട് 8ൻ്റെ പണി കിട്ടിയോണ്ട് ഞാൻ വിചാരിച്ചു ഇനി അത് ശീലാക്കണ്ട, നേരത്തെ തന്നെ മേക്കപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഏർലി മോർണിംഗ് തന്നെ കുച്ചിപ്പുടി മേക്കപ്പിന് ഇരുന്നു കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നത് ദീപുമാഷാണ്, പിന്നെ കുക്കുമാഷും ഉണ്ടായിരുന്നു. ഈ ലാസ്റ്റ് മിനിറ്റിൽ കിടന്നിട്ട് ഈ ടെൻഷൻ അടിച്ചിട്ട് കൊളാക്കുന്നതിനെക്കാട്ടും നല്ലത് നേരത്തെ തന്നെ റെഡിയായിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ മേക്കപ്പിനൊക്കെ പോയി. അപ്പോൾ മെയിൻ സ്റ്റേജിലായിരുന്നു കുച്ചിപ്പുടി ഉണ്ടായിരുന്നത്. ഞാൻ അത്യാവശ്യത്തിലധികം എക്സൈറ്റഡും ആയിരുന്നു, എന്നാൽ നല്ല രീതിക്ക് എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ടൈമാണ് മെയിൻ സ്റ്റേജിൽ കളിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഐറ്റം, അതായത് ആദിശേഷ കീർത്തനം, ഞാൻ അത്രയും ആഗ്രഹിച്ച് ചെയ്തൊരു ഐറ്റമാണ്. ഞാൻ മാത്രമല്ല, മാഷായാലും അത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ആ ഒരു ഐറ്റം കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഈ ഐറ്റം മൈൻഡിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ +1 അതായത് 10th സ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്രാക്ടീസിന് +1 ചെന്നപ്പം മാഷിങ്ങനെ ഈ ഒരു ഐറ്റത്തിനെ കുറിച്ച് എന്നോട് ഡിസ്കസ് ചെയ്തു കൂട്ടാം. അപ്പോൾ മാഷിത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡിസ്കഷനോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പഴയ ഐറ്റം തന്നെ കളിച്ചത്. അങ്ങനെ നമ്മൾ ഡിസ്ട്രിക്റ്റൊന്നും അന്ന് കയറിയില്ല, നമ്മൾ സ്റ്റേറ്റിലൊന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അതായത് +2ൽ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാഷ് ചോദിച്ചു, എടി ഈ ഇയർ നീ ഏതാ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പഴയ ഐറ്റം തന്നെ ചെയ്യാം മാഷ്, ഇത് എവിടെ വരെ പോകുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പഴയ ഐറ്റം തന്നെ ചെയ്യാം. ലൈക്ക് സരസ്വതിയോ സൃഷ്ടിയോ അങ്ങനെ ഏതെങ്കിലും ഞാൻ പഠിച്ച ഏതെങ്കിലും ഐറ്റം ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മാഷ് ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം നമുക്ക്, നീ പഴയ ഏറ്റവും പ്രാക്ടീസ് ചെയ്തോ, പുതിയ ഏറ്റവും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വെക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൂട്ടാം. അപ്പോൾ ആ ടൈമിൽ മാഷ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അലമേലുമങ്ക ഒരു ഐറ്റം ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, എന്തായാലും നീ വായോ, നമുക്ക് എന്തായാലും കൊറിയോ ചെയ്ത് സെറ്റാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായി. ഞാൻ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയി. അതായത് പഴയ ഐറ്റം പിന്നെ അതേപോലെ തന്നെ പുതിയ ഐറ്റം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഞാൻ പോയ ടൈമിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ മാഷെടുത്ത് ചോദിച്ചു, അല്ല മാഷ് അന്ന് എന്നോട് ഒരു ഐറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഐറ്റം നമുക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ മാഷ് ചോദിച്ചു, അതേതാ ഐറ്റം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആദിശേഷ കീർത്തനം അങ്ങനെ എന്തോ മാഷ് എന്നോട് അന്ന് പറഞ്ഞിരുന്നില്ലേ, അനന്തൻ്റെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം മാഷ് അപ്പോഴാണ് മാഷ്ക്ക് ഓർമ്മ വന്നത്. അപ്പോൾ മാഷ് പറഞ്ഞു, അയ്യോ അങ്ങനെ ഒരു ഐറ്റം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാടി, നമുക്കത് ചെയ്യാം, അത് മതിയോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാഷെ നമുക്കത് ചെയ്യാം, അത് നല്ലൊരു ഐറ്റം അല്ലേ, എനിക്കന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, എന്നാൽ പിന്നെ നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ മാഷ് ഇതിലോട്ട് വന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് പെട്ടെന്ന് എന്താ ഈ ഐറ്റത്തിനെ കുറിച്ച് ഓർമ്മ വന്നേ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഞാനങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്തോ ഇങ്ങനെ ഐറ്റംസിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്തായാലും അത് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴേക്കും മാഷ് എന്നാൽ പിന്നെ നമുക്ക് അത് ചെയ്യാടി എന്നുള്ള രീതിക്ക് എത്തി. സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഐറ്റം ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിത് അത്രയും ആഗ്രഹിച്ചിട്ട് ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു എന്നുള്ള രീതിയിൽ കേട്ടോ. ഈ ഐറ്റം കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും ഞാൻ താങ്ക്ഫുള്ളാണ് കേട്ടോ. എസ്പെഷ്യലി നാരായണൻകുട്ടി മാഷാണ് ഇതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. എന്താ പറയുക, അത്രയും ഹൃദയത്തിൽ പതിഞ്ഞൊന്നും അറിയില്ല, അതേപോലത്തെ ലിറിക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ ലിറിക്സ് കിട്ടിയോണ്ട് മാത്രമാവില്ല, അത് പാടി ഫലിപ്പിക്കും കൂടി വേണമല്ലോ, അത്രയും ഫീലോട് കൂടി അത് പാടും വേണം. അത് മാധുമ്മ ദ ബെസ്റ്റ്, അത്രയും ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. മാധുമ്മ മാത്രമല്ല, ഈ ഐറ്റത്തിൻ്റെ ലാസ്റ്റ് ശ്ലോകം പറഞ്ഞിട്ടുള്ളത് ഗായു ചേച്ചിയാണ്. അതായത് മാധുമ്മയുടെ മോളാണ് കേട്ടോ ഗായത്രി, ആ ചേച്ചിയാണത് പാടിയിട്ടുള്ളത്. പിന്നെ ദ എൻ്റയർ ഓർക്കസ്ട്ര ടീമിനോടും എല്ലാവരോടും ബിഗ് താങ്ക്സ്. പിന്നെ പിന്നെ നമ്മുടെ സ്റ്റുഡിയോ ചേട്ടൻ സുന്ദരൻ അങ്കിൾ, ആളത്രയും അത്രയും ടൈം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സതീഷ് മാഷ് കൊറിയോഗ്രാഫി എന്നെ പഠിപ്പിച്ചതും എല്ലാം. മാഷോട് പിന്നെ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല, അതുകൊണ്ട് ഞാൻ മാഷോട് താങ്ക്സ് പറയുന്നില്ല. പിന്നെ ഞാൻ മാഷിൻ്റെ കുട്ടിയാണല്ലോ, അതിൻ്റെ ആവശ്യമില്ല. എനിക്കെൻ്റെ സ്വന്തമാണ് എൻ്റെ മാഷ്. അങ്ങനെ അതാ കണ്ടില്ലേ, ഡ്രസ്സിങ്ങൊക്കെ ചെയ്യാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരേടി, അങ്ങനെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്നൊക്കെ. എനിക്കെന്തോ ഭയങ്കര ഇമോഷണൽ ആവുന്ന പോലെ ഉണ്ട്.
മാഷ് എപ്പോൾ കാണാൻ വന്നാലും ഡ്രസ്സിങ് മാഷ് തന്നെ ചെയ്യണം. അത് മാഷ്ക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. മാഷ്ക്ക് ചെയ്താലേ തൃപ്തിയാവുള്ളൂ. വേറെ ആര് ചെയ്താലും മാഷ്ക്ക് ഇഷ്ടാവില്ല. അപ്പോൾ മാഷ് തന്നെ ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ടത് ദീപു മാഷെ കുറിച്ചിട്ടാണ് കേട്ടോ. ദീപു മാഷ് എന്താ പറയുക, ദീപു മാഷെ കുറിച്ച് ഞാൻ എന്താ പറയുക, കുഞ്ഞുനാളിലേ തൊട്ട് എന്നെ കയ്യിൽ കിട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നല്ല എപ്പോഴായാലും എന്താ എന്നെ എത്ര ഒരുക്കിയാലും മതിയാവില്ല. എന്നിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കും, അച്ചു നീ ഓക്കെ അല്ലേ, കംഫർട്ടബിൾ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് എന്താ പറയുക എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അത്രയും ഒരു ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാമെന്ന് അറിയില്ല, അതേപോലെയാണ്. പിന്നെ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ലൈഫിൽ. പടച്ചോൻ തന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് എൻ്റെ സജേഷ് മാഷ് തന്നെയാണ്. മാഷ് എന്താ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. എനിക്ക് എന്തൊരു കാര്യം വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും. അതിപ്പം അത് വലിയൊരു പ്രശ്നമായാലും ചെറിയ പ്രശ്നമായാലും സന്തോഷത്തിലായാലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലടക്കം ഞാൻ എൻ്റെ മാഷടുത്ത് ഓടിച്ചില്ല. എന്നിട്ട് ഞാൻ മാഷോട് ചോദിക്കും, മാഷ് ഇതിൻ്റെ സൊല്യൂഷൻ എന്താ ഒന്ന് പറഞ്ഞായോ എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ പിന്നാലെ പോവും. അത് അപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോൾ വലുതായിട്ടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും മാഷടുത്താണ് പോവുക. അങ്ങനെയാണ്. അപ്പം എൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ മാഷ് കൂടെ ഉണ്ടായിട്ടുണ്ട്. കൂടെ ഉണ്ടായിട്ടെന്നല്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ആ ഒരു വ്യക്തി അങ്ങനെയാണ്. അത് നമുക്ക് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും അത് ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി എനിക്ക് കുറച്ച് മാസത്തേക്ക് മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡാൻസ് ക്ലാസ് ആയിരിക്കും കേട്ടോ. സജേഷ് മാഷ ഡാൻസ് ക്ലാസ് എന്തായാലും എനിക്ക് മിസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇവിടുന്ന് കയറുമ്പോൾ, ട്രെയിൻ കയറുമ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവിടെ എത്തണ വരെ മേ ബി എനിക്ക് ആ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ആ വിഷമം ഉണ്ടാവും. പക്ഷെ ആ ഡാൻസ് ക്ലാസ്സിൽ പോയി എൻ്റെ മാഷിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ഐറ്റം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടണ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് വേറെ ഈ ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല. അമ്പലം പള്ളി ഒഴിച്ച് വേറെ എവിടെ പോയാലും അത് കിട്ടില്ല. കാരണം അതങ്ങനെയാണ്. എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറുമ്പോഴായാലും എൻ്റെ മൈൻഡ് ഓക്കെ അല്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് എൻ്റെ പ്രശ്നം ഫുള്ള് പോവും. അതെങ്ങനെയാണ് പോകണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഫുൾ പോവും, അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് മാസത്തേക്ക് മിസ് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ +2 കലോത്സവം ജേണിയിൽ രാധു മാഷ് ടീം ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനോജ് മാഷ് എപ്പോഴും, അതേപോലെ തന്നെ രാധു മാഷ്, അങ്ങനെ എടുത്തു പറയാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എന്നെ ആക്ച്വലി ഇപ്പോൾ കിട്ടിയതാണ്, പക്ഷെ എന്നാലും എനിക്ക് അവരിപ്പോൾ കിട്ടിയതാണെന്ന് തോന്നുന്നേ ഇല്ല. അത്രയും എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത്, ഇതേപോലെ ദീപു മാഷൊക്കെ ചോദിക്കുന്ന പോലെ അച്ചു നീ കംഫർട്ടബിൾ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഇതേപോലെ എന്നെ വേദനിപ്പിക്കാതെ എൻ്റെ കൂടെ നിൽക്കും കേട്ടോ. അവരെ കിട്ടിയതും എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അതാ ഞാൻ ഫുൾ റെഡിയായി. അപ്പോൾ ഇത് കുറച്ച് ഷോർട്സ് വീഡിയോസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുക്കുകയാണ്. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത് എൻ്റെ മാഷ് തന്നെയാണ്, സജേഷ് മാഷ്. മാഷ്ക്ക് ഞാൻ വൈറ്റ് ഇട്ട് കളിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അത്രേ. അപ്പോൾ അതായിട്ട് ഇനി കുറയ്ക്കണ്ട, അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തതാണ്. എനിക്കും അതെ കേട്ടോ, വൈറ്റ് ഇടാൻ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതാ സ്റ്റേജിൽ കയറി. എൻ്റെ ഡ്രീം സ്റ്റേജ് ആയിരുന്നു അത്. क्षीरार्णवनिवसितं श्रीविष्णुतल्पभोगं भजाम्यनन्दातिशायिं नागराजमनन्दमूर्तिं नागराज अनन्दमूर्तिम्. അപ്പോൾ അങ്ങനെ ഇതാ കളിച്ച് കഴിഞ്ഞു. പിന്നെ അക്ഷത ആൻറ്റി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിനെ പിന്നെ അറിയില്ലേ, എടൈ ഞാൻ അങ്ങനെ വിളിക്കാം, ഈശ്വർ മാധവ് ആരോമലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെന്താ,
കളിച്ച് കഴിഞ്ഞു. എന്താ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇത് എൻ്റെ അപ്പൂച്ച്, പിന്നെ അപ്പൂച്ചൻ്റെ അനിയത്തി. അവർ ദിയ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തേജ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. മാഷും പിന്നെ അതേപോലെ തന്നെ മഹേഷ് സാറും വൃന്ദ മാമും എല്ലാവരും ഉണ്ടായിരുന്നു. വേറെയും സാറുമാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഏതാ റെസ്റ്റോറൻറ്റ് എനിക്ക് ഓർമ്മയില്ല. മഹേഷ് സാറും വൃന്ദ മാമും പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പേരെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. പ്രത്യേകതയുണ്ട്. അത് STV ന്യൂസിന്റെ പ്രേക്ഷകർക്കൊപ്പം നമ്മൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന് എന്ന് പറയുന്ന കുട്ടിയുടെ കലാകാരിയുടെ പിറന്നാളാണെന്ന് അധ്യാപകനാണ് കേക്ക് കൊടുക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയായിരുന്നു അത്. എന്തായാലും നമ്മുടെ വേദിയിൽ വന്ന് ലൈവായിട്ട് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ആശംസകളും നേടുകയാണ്. കലോത്സവ വേദിയിൽ വന്ന് 7 ഗ്രേഡ് നേടി 3 മത്സരങ്ങളിൽ പങ്കെടുത്തുള്ള പിറന്നാൾ മധുരം കൂടി തത്സമയം വളരെ സൗഭാഗ്യമാണ് നമുക്കിപ്പോൾ സംഭവിക്കാൻ സാധിച്ചത്. അധ്യാപകന് തന്നെ ആദ്യ മധുരം കൊടുത്തു. അധ്യാപകൻ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ കേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ബർത്ത്ഡേ, മൈ സ്പെഷ്യൽ ബർത്ത്ഡേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് സ്റ്റേറ്റിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. Jan 8 അപ്പോൾ ഞാൻ 2 കേക്ക് കട്ട് ചെയ്തു കേട്ടോ. അതായത് സജീഷ് മാഷിൻ്റെയും കേക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അമലേട്ടൻ്റെയും കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു. എൻ്റെ ഗുരൂസിൻ്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. പിറന്നാളാഘോഷം എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റിയതോ? അതാണ് അതിന്റെ പ്രത്യേകത. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന്ന് കേക്ക് കാണുന്നവർക്ക് അങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുത്തു. എനിക്കെന്തോ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് A ഗ്രേഡ് കിട്ടിയതിൻ്റെ ആണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഇത് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. എന്നെ അറിയുന്നവർക്കും പിന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും മാത്രമല്ലേ അറിയുള്ളൂ ബർത്ത്ഡേ എന്ന്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ടും കേക്ക് തീരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മെയിൻ സ്റ്റേജിൽ കുറേ പേര് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ പറ്റുന്ന അത്രയും കൊടുത്തിട്ട് അത് അങ്ങനെ തീർക്കുക ചെയ്തത് കേട്ടോ. കേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു രസമല്ല ഇങ്ങനെയൊക്കെ കഴിക്കണത്. ഞങ്ങളങ്ങനെ കുറേയൊന്നും കഴിക്കൊന്നുമില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ട് കുറേ പേർക്ക് കേക്ക് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് മീഡിയയിലൊക്കെ പോയി റീലെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അത് പിന്നെ ഇതിൻ്റെ ഒരു പാട്ടാണല്ലോ, റീലില്ലാതെ റീല് മസ്റ്റാണ്. അപ്പം റീല് ചെയ്യാനുള്ളതൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ സ്പോട്ടിൽ വെച്ച് പഠിച്ച് അങ്ങനെ ചെയ്യാട്ടോ ചെയ്തത്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റീല് എടുക്കണം. അതൊക്കെ തന്നെയാണ് പരിപാടി. അങ്ങനെ റീലൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് റീലെടുക്കാൻ പോയപ്പോൾ വലിയ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ എടുത്തു. എനിക്കാണെങ്കിൽ കലോത്സവത്തിൻ്റെ അത് പിന്നെ പറയണ്ടല്ലോ, 10th അങ്ങനെ തന്നെയായിരുന്നു. കലോത്സവത്തിൻ്റെ ഫ്ലെക്സിൻ്റെ മുന്നിൽ വെച്ച് റീലെടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയല്ലോ, അപ്പോൾ പിന്നെ എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ റീലെടുത്തു. പിന്നെ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആ ഫോട്ടോസ് ചേട്ടന് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എവിടെയാണ് സ്ഥലം, പേരെന്താ, അങ്ങനെയൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ ഫോട്ടോസ് ഷെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചെന്ന് ആ ചേട്ടനത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കുറേ നാളുകളായിട്ട് വീഡിയോസ് കാണുന്നതാണ്, നേരിട്ട് ഇതുവരെയും കാണാൻ പറ്റിയിട്ടില്ല, ഇവിടെ എവിടെയോ ഉണ്ടെന്ന് വെച്ചിട്ട് തപ്പി വന്നതാണ്. അയ്യോ, അതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം. ഇതേപോലെ തന്നെ നമ്മുടെ ഡാൻസ് വിത്ത് അസ് ഫാമിലിയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിൽക്കുന്ന ടൈമിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഫോണും ചിലപ്പോൾ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേയൊക്കെ മിസ്സായി പോയിട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര ഹാപ്പി. കാരണം നമ്മൾ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ ഓർത്തിട്ട് നമ്മളെ കാണാൻ വരിക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇത് തന്നെയാണ്. വീണ്ടും റീലെടുക്കാൻ തുടങ്ങി. റീല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പഠിക്കാതെ ചെയ്യുന്നതായതുകൊണ്ടേ കുറേ ടേക്ക് പോയിട്ടോ. പഠിച്ചിട്ട് വന്നാലും ഇതന്നെ അവസ്ഥ, കുറേ ടേക്ക് പോകും. പക്ഷെ എന്നാലും ഇതൊന്നും പഠിക്കാതെ കളിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പോൾ കുറേ ടേക്ക് പോയി.
ഞാൻ ആക്ച്വലി കുച്ചിപ്പുടി കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേഗം പോയി റീലെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും മാഷ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മാഷിൻ്റെ കൂടെ പോയി. പിന്നെ മാഷ് കേക്ക് വാങ്ങി തന്നു. പിന്നെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ റീലെടുക്കാൻ ഞാൻ വിചാരിച്ചു എടുക്കണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി അയ്യോ എന്തായാലും എടുക്കാം, എന്തായാലും ഇവിടെ വരെ എത്തിയതാണ്, റീലെടുക്കാതെ പോകണ്ട, റീലെടുത്തിട്ട് എല്ലാം അഴിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാര്യം നല്ല വെയിറ്റാണ് കുച്ചിപ്പുടിയുടെ ഹെയർ, ഭയങ്കര സീനാണ് ഹെയർ സ്റ്റൈൽ കുച്ചിപ്പുടിയുടെ. കുറേ നേരം അത് വെച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നല്ല റിസ്കി ടാസ്ക്കാണ്. പക്ഷേ ഞാനതൊക്കെ സഹിച്ച് പിടിച്ച് റീലെടുത്തിട്ടേ പോകുള്ളൂ എന്നുള്ള രീതിയിൽ നിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റീലൊക്കെ എടുത്തു, നേരെ ഫുഡ് കഴിച്ച് റൂമിലോട്ട് വിട്ടു കേട്ടോ. നല്ല തലവേദന ഉണ്ടായിരുന്നു. കാര്യം കുറേ നേരം മോർണിംഗ് തൊട്ട് ഈ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സീനായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഡാൻസ് പേഴ്സൺ സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഉമ്മ.